ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹർ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബൊഗേൻവില്ല പ്ലാന്റ്സിനെ കുറിച്ചാണ് കേട്ടോ. നമ്മുടെ ലേഡി ബേഡൊക്കെ ഫ്ലവർ വന്ന് നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. അതേപോലെ തന്നെ സിംഗപ്പൂർ പിങ്ക്, ഇത് വീര പിങ്ക് വെറൈറ്റീസിൽ ഒരുപാട് നല്ല നല്ല ഫ്ലവറുകൾ തരുന്ന പ്ലാന്റ്സ് ഉണ്ട്. വീര പിങ്കിൻ്റെയൊക്കെ ഫ്ലവർ നമുക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതേപോലെ തന്നെ തിന്മ പിങ്ക്, അങ്ങനെ ഒരുപാട് പിങ്ക് വെറൈറ്റികൾ തന്നെ നമുക്ക് കാണാൻ ഭംഗിയുള്ള ഒരുപാട് ഫ്ലവർ വരുന്ന പ്ലാന്റ്സിലുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ചില്ലി റെഡ് ഫ്ലവർ ഇട്ട് നിൽക്കുന്നത് ഇതാണ്, നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ചില്ലി റെഡ്, ഫ്ലെയിം റെഡ്, റൂബി റെഡ് ഇതിൻ്റെയൊക്കെ വ്യത്യാസം എന്താണെന്നുള്ളത്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ മദർ പ്ലാന്റ്സ് ഒക്കെ കാണിക്കാൻ കാരണം. ഇപ്പം നിങ്ങൾ ചില്ലി റെഡിൻ്റെ ഫ്ലവർ കണ്ടു, ഇത് ഫയറോപ്പാൽ ഓറഞ്ചിൻ്റെ ഫ്ലവറാണ്. തിക്കായിട്ട് ഫ്ലവർ വരുന്ന പ്ലാന്റാണ് ഫയറോപ്പാൽ ഓറഞ്ചൊക്കെ. അതേപോലെ തന്നെ ഇത് തിന്മ റെഡാണ്. അതേപോലെ ഇത് റൂബി റെഡാണ്. റൂബി റെഡൊക്കെ ഒരുപാട് പേര് കറക്റ്റ് കളർ എന്താ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. റൂബി റെഡിൻ്റെ ശരിക്കുള്ളൊരു കളർ ബീട്രൂട്ടില്ലേ, ബീട്രൂട്ടിൻ്റെ കളറാണ് നമുക്ക് റൂബി റെഡിന് വരിക കേട്ടോ. ഉണ്ടോ, ഈ ഒരു കളറാണ് റൂബി റെഡിൻ്റെ കളറ്. അതേപോലെ തന്നെ ഹവായി വൈറ്റൊക്കെ നമ്മുടെ നല്ലപോലെ ഫ്ലവറായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. നല്ല ബുഷിയായിട്ട് നല്ല തിക്കായിട്ട് ഫ്ലവർ വരുന്ന പ്ലാന്റാണ് ഹവായി വൈറ്റൊക്കെ. അതേപോലെ നമുക്ക് ഫ്ലെയിം റെഡ് ഇതാണ് ഫ്ലെയിം റെഡിൻ്റെ ഒറിജിനൽ കളറും പ്ലാന്റ് ഫ്ലവർ ഇതാണ് കേട്ടോ. നമ്മുടെ മദർ പ്ലാന്റാണ്. ഇത് തിക്കായിട്ട് ഫ്ലവർ വരുന്നതാണ്, പക്ഷേ വെയിൽ അങ്ങോട്ട് ആയി വരുന്നില്ലേ ഉള്ളൂ, അതുകൊണ്ട് ഫ്ലവർ ഇപ്പോൾ കുറവാണ്. അതേപോലെ തന്നെ ഇത് ഗോൾഡൻ സൺഷൈനാണ്. നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് വീഡിയോയിലൊക്കെ 750 രൂപയ്ക്ക് ഗോൾഡൻ സൺഷൈൻ്റെ പ്ലാന്റ്സ് സെയിലിനിട്ടിരുന്നു. അതിൽ വിരിഞ്ഞ പൂവാണ് കേട്ടോ ഇത്. നല്ല വലിപ്പമുള്ള നല്ല വലിയ പ്ലാന്റ്സാണ് 750 നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ പ്ലാന്റ്സ് മിക്കതിലും ഫ്ലവറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തരുന്ന പ്ലാന്റിൻ്റെ സൈസും ഒട്ടുമിക്ക പ്ലാന്റ്സും ഫ്ലവറായി തന്നെയാണ് കേട്ടോ, എല്ലാം വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് പ്ലാന്റ് ഒന്ന് കണ്ടു നോക്കാം. സെയിലിനായിട്ടുള്ള ഫസ്റ്റ് പ്ലാന്റ് ഫ്ലെയിം റെഡാണ് കേട്ടോ. ഇതാണ് ഫ്ലെയിം റെഡിൻ്റെ സൈസ്. ഫ്ലവർ വന്ന പ്ലാന്റാണ്. ചിലതിൽ ഫ്ലവർ വന്ന് വിരിഞ്ഞു, ചിലതിൽ ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്നു, ചിലതിൽ ഫ്ലവർ ഇല്ല. അങ്ങനെ പല സ്റ്റേജിലാണ് പ്ലാന്റ്സ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു പ്ലാന്റ് ആണെങ്കിൽ ഫ്ലവർ വന്നിട്ട് ഫുൾ അങ്ങോട്ട് വിരിഞ്ഞിട്ടില്ല. ഇതാണ് പ്ലാന്റ് സൈസ് ഫ്ലെയിം റെഡിൻ്റെ ഉണ്ടോ സൈസ്. ഇതാണ് കവറിൽ നമുക്ക് കൊറിയർ അയക്കാൻ പാകത്തിനാണ് നമ്മൾ കവറിൽ സെറ്റാക്കിയിരിക്കുന്നത്. ഒരു പോട്ടിലിരിക്കുന്ന ഒരു പ്ലാന്റിൻ്റെ സൈസ് തന്നെ ഈ ഒരു കവറിലുള്ള പ്ലാന്റിനുണ്ട്. വലിയ പ്ലാന്റ്സുകൾ തന്നെയാണ്. ഇതാണ് പ്ലാന്റ് സൈസ് ഫ്ലെയിം റെഡിൻ്റെ. അതേപോലെ തന്നെ അടുത്തത് ഫയറോപ്പാലാണ് കേട്ടോ. ഫയറോപ്പാൽ ഓറഞ്ചിൻ്റെ പ്ലാന്റ് സൈസാണിത്. അല്ലോ, ഇതാണ് പ്ലാന്റ് സൈസ് ഫ്ലവർ വന്നിട്ടുള്ള പ്ലാന്റാണ് ഫയറോപ്പാൽ ഓറഞ്ച്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 300 രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത്. അതേപോലെ ഇത് ലേഡി ബേർഡാണ്. ലേഡി ബേർഡിൻ്റെ പ്ലാന്റ് നമുക്ക് ആയിട്ടുണ്ട്, പക്ഷേ ഫ്ലവർ ആയത് മാത്രമാണ് നമ്മൾ ലേഡി ബേർഡൊക്കെ സെയിൽ ചെയ്യുന്നുള്ളൂ. ഇതിപ്പോൾ ലേഡി ബേർഡ് ഒരു ഫ്ലവർ വന്ന പ്ലാന്റ് ഒരെണ്ണമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 350 റേറ്റ്. ഒറ്റ പ്ലാന്റേ ഉള്ളൂ കേട്ടോ. അടുത്ത പ്ലാന്റ് ചില്ലി റെഡാണ് കേട്ടോ. ചില്ലി റെഡിൻ്റെ ഫ്ലവർ വന്ന പ്ലാന്റാണ്. പ്ലാന്റ് സൈസ് ഇതാണ്. ആണോ, നമുക്കിപ്പോൾ കവറിലാണെന്നേ ഉള്ളൂ, വലിയ പ്ലാന്റുകളാണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 350 രൂപയാണ് ചില്ലി റെഡ് റേറ്റ് വന്നിട്ടുള്ളത്. നമ്മൾ കവർ സൈസ് പ്ലാന്റ്സുകൾ ഇതിന് മുമ്പ് ചെയ്തത് വളരെ ചെറിയ പ്ലാന്റ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു സൈസ് അല്ല ഇത് വലിയ പ്ലാന്റ്സുകളാണ്. 350 രൂപയുടെ ഫ്ലവർ വന്ന പ്ലാന്റുകളാണ് കേട്ടോ. നിങ്ങൾ റേറ്റാണ് പലരും പറയുക. റേറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ പ്ലാന്റിൻ്റെ സൈസും എല്ലാം ശ്രദ്ധിക്കുക കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ് 350 രൂപ ചില്ലി റെഡ്. അടുത്തത് റൂബി റെഡാണ്. റൂബി റെഡിൻ്റെ ഫ്ലവർ വന്ന പ്ലാന്റ് തന്നെയാണ്. റൂബി റെഡ് നമ്മൾ വീഡിയോയിൽ ഫസ്റ്റ് റൂബി റെഡിൻ്റെ ഫ്ലവർ ശരിക്കും കാണിച്ചിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ള റൂബി റെഡിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 350 രൂപയാണ് കേട്ടോ. ഫ്ലവർ വന്ന പ്ലാന്റ്സ് രണ്ട് പ്ലാന്റ്സേ ഉള്ളൂ. വേറെ പ്ലാന്റ്സിലുണ്ട്, പക്ഷേ ഫ്ലവർ ആയിട്ടില്ല. 350 രൂപയുടെ ഫ്ലവർ വന്ന പ്ലാന്റ്സ് 2 എണ്ണമാണുള്ളത്. അടുത്തൊരു വെറൈറ്റി നമ്മൾ ഒരുപാട് പേര് ചോദിച്ചൊരു വെറൈറ്റിയാണ് ഫോക്സ് ടെയിൽ യെല്ലോ.
യെല്ലോ ഫോക്സ് ടെയിൽ ഉണ്ടോയെന്ന് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. നമ്മൾ പിങ്കും ക്രീമും നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. ഇത് യെല്ലോയാണ്. യെല്ലോയുടെ ഒരു പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുള്ളൂ. ഈ ഒരു പ്ലാന്റ് സൈസിലുള്ള ഈ ഒരു പ്ലാന്റാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഫ്ലവർ നോക്കിക്കോളൂ കേട്ടോ, യെല്ലോ ഫ്ലവറാണിത് ആണോ. യെല്ലോ ഫോക്സ് ടെയിലാണ്. നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഒരൊറ്റ കവറേ നമുക്ക് വന്നിട്ടുള്ളൂ കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ്. ഫസ്റ്റ് കാണിച്ച പ്ലാന്റ് ആരും ചോദിക്കരുത്, അത് നമ്മുടെ മദർ പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. കണ്ടോ, ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റാണ് കേട്ടോ. ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ്. അടുത്തത് വിദാതുരിയാണ് കേട്ടോ. വിദാതുരിയുടെ പ്ലാന്റാണിത്. വിദാതുരിയുടെ പ്ലാന്റ് സൈസ് ഇതാണ്. തിക്ക് ഫ്ലവർ വന്നിട്ടുണ്ട് നമുക്ക് വിദാതുരിയിൽ. നല്ല തിക്കായിട്ട് ഫ്ലവർ വന്നിട്ടുണ്ട്. വിദാതുരിയുടെ പ്ലാന്റ്സ് നമ്മുടെ അടുത്ത് ഒരുപാടൊന്നും സെയിലിന് റെഡി ആയിട്ടില്ല കേട്ടോ. കുറച്ച് പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുള്ളൂ വിദാതുരി. അതേപോലെ ഇത് വെരിഗേറ്റഡ് ലീഫ്, നല്ല ഭംഗിയാണ് ലീഫ് കാണാനായിട്ട്. ഇതിനകത്തിനൊരു പിങ്ക് കളർ ഫ്ലവറും കൂടിയാണ് വരിക. ആ ഫ്ലവർ വരുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ് പ്ലാന്റ് കാണാനായിട്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിനൊക്കെ 250 രൂപ, 250 ആണ് റേറ്റ്. അടുത്തത് കയാട്ടയാണ്. കയാട്ടയുടെ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഫ്ലവർ വന്ന പ്ലാന്റാണ്. കയാട്ടയുടെ ഫ്ലവർ വന്ന പ്ലാന്റ്സ് ഇതൊരെണ്ണേ ഉള്ളൂ. വേറെ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് 350 രൂപയാണ് കേട്ടോ, കയാട്ടയുടെ റേറ്റ്. അടുത്തത് ചില്ലി യെല്ലോയാണ്. ചില്ലി യെല്ലോ ഫ്ലവർ വന്ന പ്ലാന്റാണ്. അതേപോലെ തന്നെ ചില പ്ലാന്റ്സിൽ ഫ്ലവർ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ചില്ലി യെല്ലോ 350 രൂപയാണ് ഫ്ലവർ വന്ന പ്ലാന്റിൻ്റെ റേറ്റ്. അതേപോലെ തന്നെ ടാങ്ലോങ് പീച്ചാണ് കേട്ടോ. ഇത് ടാങ്ലോങ് പീച്ചിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ്. ടാങ്ലോങ് പീച്ച് 350 രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത്. അടുത്ത പ്ലാന്റ് മിസ് വേൾഡ് ആണ്. മിസ് വേൾഡ് 350യുടെ പ്ലാന്റ് തന്നെയാണ്. ഇതാണ് പ്ലാന്റ് സൈസ് കേട്ടോ, മിസ് വേൾഡ്. അതേപോലെ തന്നെ മിസ് വേൾഡിൻ്റെ പോട്ട് സൈസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. പോട്ട് സൈസ് കാണിച്ചു തരാം. ഇതാണ് പോട്ടിലുള്ള പ്ലാന്റ്. ഇത് ശരിക്കും 2 കളറായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ഫ്ലവർ ഫുൾ വൈറ്റിലാണ് വന്നിട്ടുള്ളത്. ഇനി ഇത് പതുക്കെ ശരിക്കും മിസ് വേൾഡിൻ്റെ 2 കളറുള്ള ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ ഹവായ് വൈറ്റിൻ്റെ 500ൻ്റെ പ്ലാന്റ്സ് നമുക്ക് റെഡിയാണ്. ഇതാണ് ഹവായ് വൈറ്റിൻ്റെ പ്ലാന്റ് സൈസ്. 500 രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത്. ബുഷി പ്ലാന്റ് ആണ് കേട്ടോ. ഫ്ലവറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ്. അടുത്തത് മഹാറാണിയാണ്. മഹാറാണിയുടെ വലിയ പ്ലാന്റ്, അതായത് സ്റ്റെമ്മ് കുത്തിപ്പിടിപ്പിച്ച പ്ലാന്റ്സ്, മദർ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്ത് പിടിപ്പിച്ച പ്ലാന്റ്സും അതേപോലെ തന്നെ ബെഡ് ചെയ്ത പ്ലാന്റ്സും മഹാറാണിയുടെ അവൈലബിൾ ആണ് കേട്ടോ. ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ് നമുക്കുള്ളത്. ഇതാണ് സ്റ്റെമ്മ് വെച്ചിട്ടുള്ള പ്ലാന്റ്സുകൾ. സ്റ്റെമ്മ് വെച്ചിട്ടുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് 1500 രൂപയാണ് മഹാറാണിക്ക് റേറ്റ് വന്നിട്ടുള്ളത്. അതേപോലെ ബെഡ് ചെയ്തേക്കുന്ന പ്ലാന്റാണിത്. ഇത് 1000ൻ്റെ പ്ലാന്റാണ് കേട്ടോ. ബെഡ് ചെയ്ത തൈകളിൽ ഫ്ലവർ ആയിട്ടുണ്ട് കണ്ടോ. ഇത് ബെഡിങ് പ്ലാന്റ് ആണ്. ഇതിൽ ഫ്ലവർ വന്നിട്ടുണ്ട്. കണ്ടോ, ഇതൊരു ഫ്ലവറിങ് സ്റ്റേജിലേക്ക് മാറിയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. 1000 ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. നമ്മൾ കാണിക്കുന്ന പ്ലാന്റ്സും അതിൻ്റെ ഡീറ്റെയിൽസും ശരിക്കും കണ്ടതിന് ശേഷം മാത്രം നമുക്ക് ഓർഡർ തരാം കേട്ടോ. അതേപോലെ ഇത് റൂബി റെഡിൻ്റെ പ്ലാന്റ് ആണ്, നമ്മുടെ മദർ പ്ലാന്റ് ആണ്. റൂബി റെഡിൻ്റെ മദർ പ്ലാന്റ്സും അവൈലബിൾ ആണ് കേട്ടോ. ഇത് നമ്മുടെ ടാങ്ലോങ് പർപ്പിളാണ്. പർപ്പിൾ ടാങ്ലോങ് നമ്മുടെ മദർ പ്ലാന്റ്സിൽ ഫ്ലവർ വന്നതാണ് കേട്ടോ.
ഇതിൻ്റെ കവർ സൈസ് പ്ലാന്റ്സ് അവൈലബിൾ ആണ്, പക്ഷെ നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നില്ല. കാരണം ഫ്ലവർ വന്നതിന് ശേഷം മാത്രം സെയിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇതാണ് നല്ല ഭംഗിയാണ് പർപ്പിൾ ടാങ്ലോങ് കാണാനായിട്ട്. അതേപോലെ ഒരുപാട് പ്ലാന്റ്സിൽ കണ്ടോ എല്ലാത്തിലും ഫ്ലവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. പൂവങ്ങോട്ട് വിരിഞ്ഞ് അകിടി ഉറപ്പിച്ചതിന് ശേഷം മാത്രം സെയിൽ ചെയ്യുമെന്ന് കരുതിയാണ് ഇരിക്കുന്നത്. ഒരുപാട് പ്ലാന്റ്സിലെല്ലാം തന്നെ ഫ്ലവറിങ് സ്റ്റേജിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഇതാണ് സൈസ് മിക്ക പ്ലാന്റ്സിൻ്റെയും. ഇത് വെരിഗേറ്റഡ് ഫോക്സ്റ്റെയിലിൻ്റെ വെരിഗേറ്റഡ് ഫോക്സ്റ്റെയിലാണത്. എല്ലാ പ്ലാന്റിൻ്റെയും ചെറിയ കവറുകളും അതേപോലെ തന്നെ പോട്ട് സൈസും അവൈലബിൾ ആണ് കേട്ടോ. ഇത് പൂനെ വൈറ്റാണ്. പൂനെ വൈറ്റിൻ്റെ 250യുടെ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് 250യുടെ പ്ലാന്റ് ആണ്. നിറയെ ഫ്ലവർ വരുന്നൊരു പ്ലാന്റ് ആണ് പൂനെ വൈറ്റ്. ഇതാണ് പ്ലാന്റ് സൈസ്. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ള മൾട്ടി ഗ്രാഫ്റ്റഡ് ബോഗൻവില്ല ഉണ്ടല്ലോ, ചില്ലി റെഡിൻ്റെ 4 കളർ വന്നിട്ടുള്ളത്. അത് ഫ്ലവറിങ് സ്റ്റേജിലായിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് റെഡിയാണ് കേട്ടോ. അന്ന് നമ്മൾ കൊടുക്കുമ്പോൾ ഫ്ലവർ ഉണ്ടായിരുന്നില്ല, കാരണം വെയിലും മഴ ആയിരുന്നു അന്ന്, വെയിൽ അത് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ പ്ലാന്റ്സിലൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട് കേട്ടോ. ചില്ലി റെഡ്, ചില്ലി ഐസ്ക്രീം, ചില്ലി യെല്ലോ, ചില്ലി ഓറഞ്ച്, അങ്ങനെ 4 കളർ വരുന്ന മൾട്ടി ഗ്രാഫ്റ്റഡ് ബോഗൻവില്ലയാണ് കേട്ടോ ഇത്. കണ്ടോ നല്ല ബൗളിൽ നല്ല കമ്പിയിലൊക്കെ ബൗൾ ചെയ്ത് വച്ചിരിക്കുന്ന പ്ലാന്റാണ്. ബൗൾ ഷേപ്പിൽ ഇരിക്കുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് തന്നെയാണ്. ഫ്ലവറിങ് സ്റ്റേജിലായിട്ടുണ്ട്. അപ്പോൾ അതും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഈ പ്ലാന്റ്സ് നമ്മൾ പെറ്റ് സർവീസ് വഴിയാണ് അയക്കുന്നത് കേട്ടോ. ഉണ്ടോ ഈ ഒരു സൈസാണ് പ്ലാന്റ്സിന് പെറ്റ് സർവീസ് വഴി നമ്മൾ ഈ പ്ലാന്റ്സിലൊക്കെ അയക്കുന്നത്. DTDC വഴിയും നമ്മൾ ഈ പ്ലാന്റ്സിലൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. നല്ല തിക്കായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്. ഇത് സിംഗപ്പൂർ പിങ്കിൻ്റെ സെയിലിനുള്ള പ്ലാന്റാണ് കേട്ടോ. വലിയ മദർ പ്ലാന്റാണത്. അതേപോലെ തിന്മാറഡിൻ്റെ സെയിലിനുള്ള പ്ലാന്റാണ്, മദർ പ്ലാന്റാണ്. അതേപോലെ മഹാറാണിയുടെ ഫ്ലവർ ഇങ്ങനെയാണ് കേട്ടോ വരിക. വൈറ്റും ഓറഞ്ചും വൈറ്റും പിങ്കും എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ് മഹാറാണിക്ക് ഫ്ലവർ വരിക. ഈ ഒരു കളറാണ് മഹാറാണിയുടെ ഫ്ലവർ. അതേപോലെ തന്നെ ചോക്ലേറ്റ് ബ്രൗണിൻ്റെ പ്ലാന്റ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഫ്ലവറിങ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇതാണ് സൈസ്. ചോക്ലേറ്റിൻ്റെ പ്ലാന്റ്സും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ പേര് ടൈപ്പ് ചെയ്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. മറക്കരുത്. നമ്മുടെ ഇന്ന് പ്ലാന്റ്സ് മേടിച്ചവരും അവരുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് മറ്റുള്ളവർക്കൊന്ന് പ്രചോദനമാവുക. നമ്മുടെ പ്ലാന്റ്സിലൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ അവരൊന്ന് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതുപോലെ നിങ്ങളുടെ കസിൻസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.